ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സാണ്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പ്രിൻസിപ്പിൾസ്, ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആദ്യമേ നമുക്ക് എന്താണ് അക്കൗണ്ടിങ് എന്ന് നമുക്ക് പറയാം. നമ്മളെല്ലാം ആദ്യം തൊട്ടേ പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ നമ്മൾ ഫസ്റ്റ് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ. എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ്, എല്ലാ കാര്യങ്ങളും നമുക്ക് കോൺസെപ്റ്റ് അനുസരിച്ച് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. കോമ്പറ്റേറ്റീവ് എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ആ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ് എന്താണെന്ന് നമുക്കറിയാം. AICP അല്ലെ, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് അക്കൗണ്ടിങ്? ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ആൻഡ് എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് which are in part at least of financial character and interpreting the results thereof. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന മോണിറ്ററി ട്രാൻസാക്ഷൻസ്, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസാണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. മോണിറ്ററി ട്രാൻസാക്ഷൻസാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ആദ്യമേ നമ്മളത് റെക്കോർഡ് ചെയ്യും, പിന്നെ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും അല്ലെ, ഓരോ നേച്ചറിനും അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യും. അതിനെ സമ്മറൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു റിസൾട്ട്, ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ നമ്മൾ എത്തും. അതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷന് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കൂടെ നമുക്കൊന്ന് നോക്കാം. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിന് പല ബ്രാഞ്ചസ് ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മളിപ്പം ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് പറയുന്നത്. ബാക്കിയുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് പിന്നെ ഇടുന്നതാണ്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് അത്രയേ ഉള്ളൂ, നമുക്ക് അറിയാവുന്ന കാര്യം. അതിൽ വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. എന്താണ്? അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്. എന്താണ്? ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് നമുക്ക് നോക്കാം. അപ്പം ഗ്യാപ്പ്, നമുക്കറിയാം എന്താണ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പം ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ നമുക്ക് ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇതെന്ന് പറഞ്ഞാൽ it refers to rules or guidelines adopted for recording, reporting of business transaction. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യാനുള്ള റൂൾസും ഗൈഡ് ലൈൻസും ഒക്കെ പറയുന്നതിനെയാണ് ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. ഇതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഓരോ പ്രിൻസിപ്പിൾസും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഓക്കെ, ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ബിസിനസ്സും അത് നടത്തുന്ന ഓണറും രണ്ടാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ബിസിനസ്സും അതിൻ്റെ ഓണറും രണ്ടാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഏതെന്ന് പറയുന്നത്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് they have a separate legal entity. അപ്പം ബിസിനസ്സും ഓണറും രണ്ടാണ് എന്ന് പറയുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഇപ്പം ബിസിനസ്സിലെ ഓണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോകുന്ന എക്സ്പെൻസ് നമ്മളത് ഡ്രോയിങ്സിലാണ് കാണിക്കുന്നത് അല്ലേ. അത് തന്നെയൊരു എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? This concept assumes that the entity of a business is different from its owners. അപ്പം ഈ കോൺസെപ്റ്റ് പറയുന്നത്, അതായത് ബിസിനസ്സും
ബിസിനസ്സിൻ്റെ ഓണറും രണ്ടാണ് എന്നാണ് പറയുന്നത് അല്ലേ. ഫോർ അക്കൗണ്ടിങ് പർപ്പസ് ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ഓർ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ദി പേഴ്സൺ. അപ്പോൾ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ്സിനെ നമ്മളൊരു പേഴ്സണായിട്ടാണ് കണക്കാക്കുന്നത്, അതിൻ്റെ ഓണറിനെ വേറൊരു വ്യക്തിയുമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ. അയാളുടെ ആ ഓണറിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ബിസിനസ് മാറ്റേഴ്സുമായിട്ട് കൂടിക്കലർത്തുന്നില്ല. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് ഏതെന്ന് പറയുന്നത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. The concept of money measurement states that only those and happening in an organization which can be expressed in terms of money are to be recorded in the books of accounts. Those transactions which cannot be expressed in terms of money are not recorded in the books of accounts. അപ്പോൾ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുള്ളൂ. ഇത് രണ്ടും നമുക്ക് പേര് പോലെ എളുപ്പമാണ്, മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ. ഇപ്പം ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നില്ല, മോണിറ്ററി ടേംസിലുള്ള, അതായത് നമ്മൾ മോണിറ്ററി, അതായത് പൈസ കൊടുത്ത് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ബിസിനസ് ഫേം വിൽ കണ്ടിന്യൂ ടു ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ് for an indefinite period of time. There is no intention to liquidate the business in the near future. അതായത് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡെഫിനിറ്റ് പീരീഡിലൂടെയാണ്. അതായത് ഇപ്പോഴീ അടുത്ത സമയത്തൊന്നും നമുക്ക് ആ ബിസിനസ് നിർത്തണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണോ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത്? അല്ല, ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ്, അതായത് ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ ഒന്നും വേണ്ടിയിട്ടല്ല. അതാണ് ഇത് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ്. ഈ അടുത്ത കാലത്തൊന്നും നമ്മളത് അവസാനിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല എന്ന് പറയുന്നതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ 3 കോൺസെപ്റ്റുകളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് ആ കോൺസെപ്റ്റുകൾ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നതിൽ എന്താണ്? ബിസിനസ് അതിൻ്റെ ഓണറും രണ്ടാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഏതെന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നടക്കുന്ന മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുള്ളൂ എന്ന് പറയുന്നതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ്. അതായത് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിൽ, അതായത് ഒരു തുടർച്ച കണ്ടിന്യൂസ് ആയിട്ട് പോകാനാണ്. അടുത്ത സമയത്തൊന്ന് ലിക്വിഡേറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടൊന്നുമല്ല. ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ലൈഫാണ് ബിസിനസ്സിൻ്റേതെന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റാണ്. ദ പീരീഡ് ഓഫ് ഇൻ്റർവെൽ ഫോർ വിച്ച് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ടു നോ ദി പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് തയ്യാറാക്കും. അങ്ങനെ ആ തയ്യാറാക്കുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് ചിലപ്പോൾ 1 വർഷമായിരിക്കും, അല്ലെങ്കിൽ 6 മാസമായിരിക്കും. അതാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് അല്ലേ. നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന പീരീഡ് ഓഫ് ഇൻ്റർവെല്ലിനെയാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ നോക്കുന്നത് ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് ഓർ ഡുവാലിറ്റി അക്കൗണ്ടിങ് ഇക്വേഷൻ കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. അതായത് ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ ബേസിക് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ഗിവിങ് ആസ്പെക്റ്റും ഉണ്ട്, റിസീവിങ് ആസ്പെക്റ്റും ഉണ്ട്. അതായത് നമുക്ക് ഡെബിറ്റും ഉണ്ട്, ക്രെഡിറ്റും ഉണ്ട്. എല്ലാ ട്രാൻസാക്ഷനും
എന്തുണ്ട്, ഡെബിറ്റും ഉണ്ട് ക്രെഡിറ്റും ഉണ്ട്. അതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. എവരി ഡെബിറ്റ് ഹാസ് ദെയർ ഈസ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് അല്ലേ, എല്ലാ ഡെബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ക്രെഡിറ്റ് ഉണ്ടാകും. ഇത് പറയുന്നതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോസ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ് ഇനി നമ്മൾ പറയുന്നത്. ഈ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ അസറ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട് അല്ലേ. അതിൽ പർച്ചേസ് പ്രൈസും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഇൻസ്റ്റലേഷൻ കോസ്റ്റും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ അതിൽ മാർക്കറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. മാർക്കറ്റ് വാല്യൂവിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്, അതായത് ഡെപ്രീസിയേഷനോ അപ്രീസിയേഷനോ ഒന്നും തന്നെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യില്ല. അതാണ് കോസ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ പ്രിൻസിപ്പിൾ. അപ്പം കോസ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പർച്ചേസ് പ്രൈസും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഇൻസ്റ്റലേഷൻ കോസ്റ്റും മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അപ്പോഴത്തെ ഡെപ്രീസിയേഷനോ അപ്രീസിയേഷനോ, അതായത് മാർക്കറ്റ് വാല്യൂവിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് എടുക്കില്ല, റെക്കോർഡ് ചെയ്യില്ല. അതാണ് കോസ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റവന്യൂ റെക്കഗ്നേഷൻ ഓർ റിയലൈസേഷൻ കോൺസെപ്റ്റ്. എന്താണ് ഈ കോൺസെപ്റ്റിൽ പറയുന്നത്? ദിസ് കോൺസെപ്റ്റ് ഡീൽസ് വിത്ത് ദ പോയിന്റ് ഓഫ് ടൈം അറ്റ് വിച്ച് ദ റവന്യൂ ഈസ് ഏൺഡ് ആൻഡ് പീരീഡ് ഇൻ വിച്ച് ദ റവന്യൂ ഈസ് ടു ബി റെക്കോർഡഡ്. ഇപ്പോൾ റവന്യൂ റെക്കഗ്നേഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റവന്യൂ ഏത് പീരീഡിലാണോ നമുക്ക് കിട്ടിയത് ആ സമയത്ത് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് റവന്യൂ റെക്കഗ്നേഷൻ ഓർ റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റവന്യൂ ഈസ് ഡീംഡ് ടു ബി റിയലൈസ്ഡ് വെൻ ദ ടൈറ്റിൽ ഓർ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു ദ പർച്ചേസർ ആൻഡ് വെൻ ഹി ഹാസ് ലീഗലി ബിക്കംസ് ലയബിൾ ടു പേ ദി എമൗണ്ട്. ഇപ്പോൾ റവന്യൂ നമ്മൾ അതായത് നമ്മൾ ഗുഡ്സ് കൈമാറി കഴിഞ്ഞു അല്ലേ, സാധനം നമ്മൾ കൈമാറി കഴിഞ്ഞു, ഇനി നമുക്ക് ലീഗലി അതെന്താണ് അയാൾ എമൗണ്ട് തരാനാണുള്ളത്, മനസ്സിലായി. അപ്പോൾ റവന്യൂ റെക്കഗ്നേഷൻ ഓർ റിയലൈസേഷൻ കോൺസെപ്റ്റ് അനുസരിച്ച് റവന്യൂ ഏൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് റവന്യൂ റെക്കഗ്നേഷൻ ഓർ റിയലൈസേഷൻ കോൺസെപ്റ്റിൽ പറയുന്നത്. ഇനി നമ്മൾ അടുത്ത പറയുന്നത് മാച്ചിങ് കോൺസെപ്റ്റാണ്. എന്താണ് മാച്ചിങ് കോൺസെപ്റ്റ്? It states that expenses incurred in an accounting period should be matched with the revenues during the period. ഒരു പീരീഡിലുണ്ടായ എക്സ്പെൻസസുകൾ ആ പീരീഡിലെ റവന്യൂവുമായിട്ട് മാച്ച് ചെയ്തിരിക്കണം. ഇതാണ് മാച്ചിങ് കോൺസെപ്റ്റിൽ പറയുന്നത്, മനസ്സിലായില്ലേ. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസസുകൾ ആ പീരീഡിലെ റവന്യൂസുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, മാച്ച് ചെയ്യാൻ പറ്റണം. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓൾ ദ റവന്യൂസ് ഏൺഡ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ വെദർ റിസീവ്ഡ് ഡ്യൂറിങ് ദാറ്റ് ഇയർ ഓർ നോട്ട് ആൻഡ് ഓൾ കോസ്റ്റ് ഇൻക്യൂർഡ് വെദർ പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ഓർ നോട്ട് ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ അസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി ഇയർ. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമുക്കുണ്ടാകുന്ന റവന്യൂ ഇനി മാച്ച് ആയിരിക്കണം നമ്മുടെ എക്സ്പെൻസസ്, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസസ് മാച്ച് ആയിരിക്കണം എന്തെന്ന് പറയുന്നത് റവന്യൂ. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ. ഇനി അടുത്തതാണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള റിലവൻറ്റ് ഫാക്റ്റുകളെല്ലാം ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ റിക്വയർസ് ദാറ്റ് ഓൾ മെറ്റീരിയൽ ആൻഡ് റെലവൻറ്റ് ഫാക്ടേഴ്സ് concerning financial performance of an enterprise must be fully disclosed in the financial statements. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ അതിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് വ്യക്തമാകുന്ന രീതിയിലുള്ള എല്ലാ മെറ്റീരിയൽ ഫാക്റ്റുകളും വെളിപ്പെടുത്തിയിരിക്കണം. ദിസ് ഈസ് ടു എനേബിൾ ദ യൂസേഴ്സ് ടു മേക്ക് കറക്റ്റ് ഡിസിഷൻ about the profitability and financial soundness of the enterprise and help them to
ടേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. ഇത് എന്ത് ചെയ്യുന്നു? ഇത് നമ്മളെ സഹായിക്കുന്നു അല്ലേ, യൂസേഴ്സിന് ഇത് സഹായിക്കുന്നു കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ. ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ ഇങ്ങനെയുള്ള വെളിപ്പെടുത്തൽ സഹായകമാകും. അതാണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റിൽ പറയുന്നത്. അങ്ങനെ വെളിപ്പെടുത്തുന്നതിലൂടെ ആ സ്ഥാപനം ഏത് രീതിയിലാണ് പോകുന്നത്, എത്രയാണ് പ്രോഫിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയും. അടുത്തത് കൺസിസ്റ്റൻസി കോൺസെപ്റ്റാണ്. 10ാമത് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂറ്റി അല്ലേ, സ്ഥിരമായി പോവുകയാണ് അല്ലെങ്കിൽ തുടർച്ചയായി പോവുക എന്നുള്ള ഒരു മീനിങ് ആണ്. ഈ കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത് that accounting principles and methods should remain കൺസിസ്റ്റൻറ്റ് ഫ്രം 1 ഇയർ ടു അനദർ. അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും ഗൈഡ് ലൈൻസും ഒന്നും ഓരോ വർഷം കൂടുമ്പോഴും മാറുന്നില്ല, അത് ഫിക്സഡ് ആണ് അല്ലേ, സ്ഥിരമായി നിൽക്കുന്നവയാണ് എന്ന് പറയുന്നതാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? അപ്പം കൺസിസ്റ്റൻസി കോൺസെപ്റ്റിൽ പറയുന്നത് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും മെത്തേഡ്സും എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ഇയർ ടു ഇയർ അത് മാറുന്നില്ല, എപ്പോഴും ഫിക്സഡ് ആണ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അടുത്തത് കൺസർവേറ്റിസം കോൺസെപ്റ്റ് ഓർ പ്രിൻസിപ്പിൾ ഓഫ് പ്രൂഡൻസ്. According to this concept, all anticipated losses should be recorded in the books of accounts, but all anticipated or unrealized gains should be ignored. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ ടേമുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ കൺസർവേറ്റിസം കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് പ്രൂഡൻസിൽ പറയുന്നത് നമ്മളെ എല്ലാ ആൻറ്റിസിപ്പേറ്റഡ് ലോസസുകളും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രൊവിഷൻ വെക്കാറുണ്ടല്ലേ, അതാണ് ഇതിനൊരു എക്സാമ്പിൾ പറയുന്നത്. അതായത് ഡൗട്ട്ഫുൾ നമുക്ക് കിട്ടാക്കടം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊവിഷൻ ഉണ്ടാക്കുന്നത്. ഉണ്ടാവാതിരിക്കുക അല്ലേ, ആൻറ്റിസിപ്പേറ്റഡ് ലോസാണ്. ഇതെല്ലാം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത് കൺസർവേറ്റിസം കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ്. പക്ഷേ എല്ലാ ആൻറ്റിസിപ്പേറ്റഡ് അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് ഗെയിൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കിട്ടാക്കടം കിട്ടാതെ വരികയാണെങ്കിൽ എന്താണ്, നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക, അതാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സിൽ പറയുന്നത്. This concept requires that profit should not be recorded until realized, but all losses, even those which may have a remote possibility. ഈ കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ പ്രോഫിറ്റ് ഡയറക്റ്റ്ലി റെക്കോർഡ് ചെയ്യുന്നില്ല അല്ലേ, നമ്മൾ ഇതുപോലെയുള്ള ലോസസ് എല്ലാം റിയലൈസ് ചെയ്ത് ലോസ് കുറച്ചതിന് ശേഷം ആണ് നമ്മളിത് റെക്കോർഡ് ചെയ്യാറ്. നെക്സ്റ്റ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റാണ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് കോൺസെപ്റ്റ് റിക്വയർസ് ദാറ്റ് അക്കൗണ്ടിങ് ഷുഡ് ഫോക്കസ് ഓൺലി ഓൺ മെറ്റീരിയൽ ഫാക്ട്സ്. അപ്പം നമ്മൾ അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യാനുള്ളത് മെറ്റീരിയൽ ഫാക്ട്സിലാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മെറ്റീരിയാലിറ്റി ഓഫ് എ ഫാക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് നേച്ചർ ആൻഡ് ദ എമൗണ്ട് ഇൻവോൾവ്ഡ്. അതായത് നമ്മളിപ്പോൾ സ്റ്റോക്ക് ഓഫ് പേപ്പർ, പെൻസിൽസ്, പെന്ന്, സ്കെയില് ഇവയെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതായത് നമ്മൾ അതിനെല്ലാം കൂടെ വെച്ച് സ്റ്റേഷനറി എന്ന് പറഞ്ഞ് എമൗണ്ട് എഴുതുന്നു. അതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. അതായത് ഈ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ മെറ്റീരിയൽ ഫാക്റ്റുകൾ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അടുത്തതാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ വെരിഫയബിൾ ഒബ്ജക്റ്റീവ് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് പറയുന്നത് ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ അക്കൗണ്ടിങ് ഡേറ്റ പ്രൊവൈഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഷുഡ് ബി വെരിഫയബിൾ ആൻഡ് ഡിപ്പെൻഡബിൾ. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഡേറ്റ വെരിഫൈ ചെയ്യാനും നമുക്ക് പറ്റണം. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും എന്തുണ്ട്, സോഴ്സ് ഡോക്യുമെൻറ്റുകളുണ്ട്, അത് കാണിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിലെ നമ്മൾ ഫിഗറിന് സപ്പോർട്ടീവായിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരിക്കണം. അതാണ് ബില്ല്, വൗച്ചേഴ്സ്, ഇതൊക്കെയാണ് അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റ്. അതാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇങ്ങനെ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസും വെരിഫൈ ചെയ്യാൻ കഴിയണം എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 13 പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ഒന്നും കൂടെ പറയാം. ആദ്യം നമ്മൾ പറഞ്ഞത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണ് എന്ന് പറയുന്നതാണ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ ഒരു ബിസിനസ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത് ഒരു ബിസിനസ് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമാണുള്ളത്, അല്ലെ ഒരു നീണ്ട കാലത്തേക്ക് വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ്. ദെൻ ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്, ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്റ്റ് ഉണ്ടാകും. എന്താണ്, ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടായിരിക്കും ഓരോ ട്രാൻസാക്ഷൻസിനും എന്ന് പറയുന്നു. കോസ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ മാർക്കറ്റ് വാല്യൂവിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, അതായത് ഡെപ്രീസിയേഷൻ അപ്രീസിയേഷൻ ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല എന്ന് പറയുന്നതാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. റവന്യൂ റെക്കഗ്നേഷൻ ഓർ റിയലൈസേഷൻ കോൺസെപ്റ്റിൽ പറയുന്നത് റവന്യൂ ഏൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് റവന്യൂ റെക്കഗ്നേഷൻ കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റിൽ പറയുന്നത് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസസുമായിട്ട് ആ പീരീഡിലുണ്ടാകുന്ന റവന്യൂസ് നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയണം. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. ദെൻ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസും അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഫാക്റ്റുകൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, വെളിപ്പെടുത്തിയിരിക്കണം എന്ന് പറയുന്നതാണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്, ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നത്. അത് വർഷം തോറും ഇങ്ങനെ മാറി മാറി വരുന്നില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. കൺസർവേറ്റിസം കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ആൻറ്റിസിപ്പേറ്റഡ് ലോസസും നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നത്. ദെൻ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഫാക്ട്സുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്കിൽ നമ്മൾ പേപ്പർ, പെൻസില്, പേന, സ്കെയിൽ ഇങ്ങനെ ഓരോന്നും എടുത്ത് എഴുതുന്നില്ല, അതിന് മൊത്തത്തിൽ നമ്മൾ സ്റ്റേഷനറിയിൽ നിന്ന് എഴുതുന്നു എന്നുള്ളതാണ്. ഇത്രയാണ് നമ്മളിന്ന് പറഞ്ഞത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.